അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പിർസത്തു ചങ്ങായിമാർ, പരിശുദ്ധമായ ഷഹറുല്ലാഹിൽ മുഹറം തിങ്കളിലെ തുടക്കത്തിൽ ഫസ്ർ നാളിൽ 113 വട്ട ബിസ്മി എൽദുനായ റൂപ്പ ആ എൽതുമ്പോൾ ശ്രദ്ധിക്കണായ ഗണിക്കത്തെ കാര്യങ്ങ അങ്ങനെ എൽതിയേന് കണ്ടെങ്കിൽ നങ്കിട്ട് ഗണിക്കത്തെ ഫലങ്ങ അശുദ്ധിയായിട്ടുള്ള എനിക്കത്തെ പെണ്ണുങ്ങ എൽതമ ഇനിയിപ്പോൾ കഴിഞ്ഞ വർഷം എൽതിട്ടിന്നേനെ കണ്ടെങ്കിൽ അത് എന്തിനാക്കണം ഇങ്ങനെ ചുമ്മ വിഷയം കൊണ്ട് അതെല്ലാമായിട്ടിക്കടെ എൻ്റെ നിങ്ങളൊട്ടിಗೆ ചൊല്ലത് നങ്കൊണ്ടുണ്ടു മുസ്ലിമീങ്ങളായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു വർഷത്തേക്ക് ഞങ്ങൾ കാലം വെച്ചുകൊണ്ടുള്ള ഹിജറ 1447 കഴിഞ്ഞിട്ട് ഹിജറ 1448 പുതിയൊരു ഹിജറ കാലണ്ടറുകായിട്ടിക്കടെ ഞങ്ങൾ എല്ലാവരും പോയോണ്ടുള്ളത്. അപ്പോൾ വർഷത്തെ തുടക്കമായിട്ടിക്കടെ കൃത്യമായിട്ട് ഞങ്ങൾ ശ്രദ്ധിക്കണമെങ്കിൽ ഏതൊരു വിഷയത്തെ ഏതൊരു കാര്യത്തെയും തുടക്കം നല്ലായിത്തിനുണ്ടെങ്കിൽ ഒടുക്കം നല്ല അവിടെ ആ വർഷപൂർത്തി വലിയ ഹയറായിട്ടിക്കടെ ബറക്കത്തായിട്ടിക്കടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞങ്ങൾ ആ ഒരു ഫസ്റിൻ്റെ ചൊല്ലനായ ദിക്റങ്ങ ദുആ എല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ ചൊന്ന് അത് മിസ്സായിരണ്ട. അത് കൃത്യമായിട്ട് എന്താക്കുക അത് ഓർമ്മയിൽ വെച്ചിട്ട് ഫസ്റ് ജാവുകയെ ചൊല്ല നമുക്ക് പിന്നെ മറന്നുപോയിട്ട് നമുക്ക് ചൊല്ലുകയില്ല അങ്ങനെ ചൊല്ലു തീരെ കാരണം അങ്ങനെ ചൊല്ലുമ്പോഴത്തേക്കോ അങ്ങനെ അതെല്ലാം കൃത്യമായിട്ട് ആ ദിക്റെല്ലാം ഞങ്ങൾ ചൊന്നെങ്കിൽ ആ വർഷം ഞങ്ങൾക്ക് വലിയ കാവലായിട്ടിക്കടെ. അതേപോലെ മുഹറം 10 നാൾ ആക്കണ എനിക്കത്തെ വിഷയങ്ങളിൽ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ക്ലാസ്സിൽ ചൊല്ല. കഴിഞ്ഞ വർഷവും അതിൻ്റെ മുന്നത്തെ വർഷമെല്ലാം ഞങ്ങൾ ചൊന്നതായിട്ടിക്കടെ. ഈ ഒരു വർഷത്തെ തുടക്കത്തിൽ മുഹറം ആ ഫസ്റ് നാളിൽ ഒരു 113 വട്ട ബിസ്മി എൽദുനായ ഗണിക്കത്തെ അതിലെ ഒരു മഹത്വവും അതിലെ ഫലെല്ലാം ഞങ്ങൾ ചൊന്നതായിരിക്കും. എത്രയോ ആൾമാർ ഔത്തുള്ളത് എഴുതി വെച്ചിട്ട് ഫല കണ്ട ഗണിക്കത്തെ അനുഭവിച്ചൊന്ന് ഗണിക്കത്തെ എത്രയോ ആൾമാറുള്ള. സാധാരണമായിട്ട് ഈ ഒരു വിഷയ ചൊല്ലുമ്പോഴത്തേക്കും ബിസ്മി എൽദരെ വിഷയ ചൊല്ലുമ്പോഴത്തേക്കും സാധാരണ പണ്ടേ കേക്കിടെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടിക്കടെ ഇങ്ങനത്തെ ഒരു വിഷയം ആറായിട്ടിക്കടെ ചൊന്നുറോ ഏത് കിതാബിലായിട്ടിക്കടെ ഉള്ളത് കിതാബിൽ ഇമാമിങ്ങ ചൊന്ന വിഷയം മാത്രമായിട്ടിക്കടെ ഞങ്ങൾ ഉല്ലേഖാക്കടെ അല്ലാണ്ട് ഞങ്ങൾ സ്വന്തമായിട്ടുള്ള അഭിപ്രായം ഏതൊരു വിഷയത്തിലും ഞങ്ങൾ ചൊല്ലില്ല. മഹാനായിട്ടുള്ള ഇമാം ദയറബി റഹിമഹുല്ല അയാൾ മുജറബാത്ത് ചൊല്ല എനിക്കെത്തെ കിതാബ് മുജറബാത്ത് ചൊന്നെങ്കിൽ അനുഭവിച്ച് ഫല കണ്ട ഗണിക്കത്തെ വിഷയത്തിൽ അയാൾ എഴുതിയ ഗണിക്കത്തെ ഒന്നും കൂടി ഒരു വിഷയം കൂടിയായിട്ടിക്കടെ ഈ ബിസ്മിരെ വിഷയം ചൊല്ലത്. അതേപോലെ നിഹായത്തുൽ അമൽ കൻസുൻ നജാഹി വസ്റൂ ചൊല്ല എനിക്കത്തെ കിതാബിൽ മഹാനായിട്ടുള്ള അബ്ദുൽ ഹമീദ് അഷ്ഷാഫി റഹിമഹുല്ല വലിയ മഹാനായിട്ടിക്കടെ മഹാൻ അതിലെ ഫലവും എഴുതുമ്പോൾ ശ്രദ്ധിക്കണ എനിക്കത്തെ വിഷയം ഇതെല്ലാം ഞങ്ങൾക്ക് പഠിപ്പാടി തന്നെ എനിക്കത്തെ വിഷയമായിട്ടിക്കടെ. അതേപോലെ ചില ആൾമാർ ചൊല്ലതായിട്ടിക്കടെ ഇത് മുന്നുള്ള ഞങ്ങൾ അജ്ജമാർ ബോബമാരെ കാലത്തിൽ ഇങ്ങനത്തെ ഒരു വിഷയം ഞങ്ങൾ കേട്ടിട്ടും ഇല്ല കണ്ടതായിട്ടും ഒരു വിവരം ഇല്ലാണ്ട് അത് കേൾക്കാത്തതും അതേ കാണാത്തതും ഞങ്ങളെ കുറത്തേയിട്ടിക്കടെ. ഇപ്പം മഹാന്മാർ ചൊന്നത് അങ്ങനെ ഇന്നലെ ചൊന്നങ്ങല്ല എത്രയോ വർഷങ്ങൾ മുന്നുള്ള അങ്ങനെ കിതാബിൽ എഴുതി വെച്ച് എനിക്കത്തെ വിഷയമായിട്ടിക്കടെ. ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയത്തെ കാലമായത് കൊണ്ടിട്ട് എല്ലാവർക്കും ആ ഒരു വിഷയം അറിയുകയും ചെയ്യുകയുമെല്ലാം സാധ്യമാവുന്നത് അത് വലിയൊരു ഹയറായിട്ടിക്കടെ. അപ്പോൾ ഏതായിട്ടും ഈ ഒരു ബിസ്മി ചൊല്ലത് ഒരു ഫസ്റ്റിಗೆ നിങ്ങളെ ചൊല്ലത് ഇപ്പം ഇത് ഫറലായ ഒരു കഡ്ഡായമായ ഒരു വിഷയമൊന്നുമല്ല. ഇപ്പം എൽദാത്തെ ഒരാൾക്ക് ദോഷ കിട്ടുന്നുമല്ല പിന്നെ ഇത് എൽതിയങ്ങ് വലിയ ഹയറായിട്ട് ഇപ്പം ഫറല് നിസ്കാരമൊന്നും ഇല്ല അയാൾ ഇത് എൽതും ചൊല്ലല്ല അയാൾ നിസ്കാരത്തെ വിഷയമായിട്ടിക്കടെ ഇവിടെ ശ്രദ്ധിക്കണായത്. അപ്പം എൽതിയേന് കണ്ടെങ്കിൽ ഒരാൾക്ക് വലിയ ഹയറുണ്ട് വലിയ ഫലമുണ്ട്. അതേപോലെ ഞങ്ങൾ ഇതിൻ്റെ നോക്കിക്കൊണ്ടുള്ള ഇതിൻ്റെ നഞ്ചിടെ ഒരു ലോകമായിട്ടിക്കടെ പല ജാഗലും സിഹറാക്കിയിട്ടും ഈ ഇത് കന്നേറും ഇങ്ങനത്തെ എന്തെല്ലാമായിട്ടിക്കടെ മനുഷ്യന്മാർക്ക് ബുദ്ധിമുട്ട് തൊന്തരങ്ങ ആഫത്തങ്ങ മുസീബത്തങ്ങ നേരിട്ടുകൊണ്ടുള്ളല്ലേ. അപ്പോൾ ഇതൊക്കെല്ലാം വലിയൊരു കാവൽ വേണ്ട ഇതൊരു കാരണമായിട്ടിക്കടെ ബിസ്മിയെ ചൊല്ലത് കാവലായിട്ടിക്കടെ. ബിസ്മിയുടെ മഹത്വ ഞങ്ങൾക്ക് എല്ലാം ചൊന്നു തീർക്കോ സാധ്യമല്ലാത്ത എനിക്കത്തെ ഒരു വിഷയമായിട്ടിരിക്കും. നിങ്ങൾ നമുക്കൊരു ഖുർആനിലും ബിസ്മിയുണ്ട് തൗറാത്തിലുണ്ട് സബൂറിലുണ്ട് ഇഞ്ചിയിലുണ്ട് എല്ലാത്തിലും പഠിച്ചുകൊണ്ട് ബിസ്മി ചൊന്നർ എന്തേ അതൊക്കെ അത്ര മഹത്വം ഉള്ളതായിട്ടിക്കടെ. മഹാനായിട്ടുള്ളേ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു ഈ സ്വർഗത്തിൽ 4 പൊലങ്ങ ഉണ്ട്. ഒന്ന് പാലത് പിന്നൊന്ന് തന്നിരത് പിന്നൊന്ന് കല്ലെടുത് പിന്നെ തേനെടുത് ഈ 4 പൊലയും ഒലുകി പണ്ടത് ആ ബിസ്മി ചൊല്ലി എനിക്ക് അക്ഷരത്തിൽ നിന്നിട്ടായിട്ടിക്കടേണ്ട മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പാടി തന്നെ എനിക്കത്തെ വിഷയമായിട്ടിക്കടെ. ആ മഹാനായിട്ടുള്ള അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അയാളെ ആ കാലത്തിൽ കൈസർ രാജാവുകോ സദിക്കുകവാത്ത എനിക്കത്തെ തലകുത്ത് പണ്ട് ഏത് ഡോക്ടർ കാട്ടിയിട്ടും എന്തിനാക്കിയിട്ടും ആ തലകുത്ത് സ്റ്റോപ്പായോണ്ടില്ല ബേജാറ് പിടിച്ചുകൊണ്ട്. അപ്പോൾ ഉമർ റളിയല്ലാഹുവിൻ്റെ ഈ ഒരു വിഷയം തിരിപ്പോയിട്ടാകുമ്പോൾ ഉമർ റളിയല്ലാഹു ഒരു തൊപ്പി അയാളെ സേവ അവിടെ സ്വറാക്കിടെ ആലൊട്ടിയെ കടത്തിൽ ഒന്ന് കൊടുക്കാറുണ്ട്. അയാൾ എടുത്തു പോയിട്ട് ഈ തൊപ്പി കൈസർ രാജാവിലെ കയ്യിൽ കൊടുത്തിട്ടോ കൈസർ രാജാവ് തലയിൽ വെക്കുമ്പോഴത്തേക്കോ ആ ഒരു തലകുത്തേ ഇല്ല ആ വിഷയമേ ഇല്ല. ഇയാൾക്ക് ഷോക്കായി പോണ്ട് അതിശയായി പോണ്ടു ഈ എന്തിനിപ്പോൾ മാജിക് ഭാവം ഈ ഒരു തൊപ്പി ഉള്ളതുണ്ട് അങ്ങനെ കുറേ നാല് കലിയുമ്പോഴത്തേക്കോ ഇയാൾക്കൊരു ക്യൂരിയോസിറ്റി ഇതിരെ ഉൽഗത്തിൽ എന്തിനായിട്ട് ഇവിടെ ഉള്ളേ ഒന്ന് ചക്കാക്കണോ ഒന്ന് നോക്കണോ ചെന്നിട്ടോ ഭാര്യ ഓരെന്താ അവിടെ
ആഗ്രഹം അവിടെ അങ്ങനെ എന്താക്കിയിട്ട് അതിലെല്ലാം ഒന്ന് ഓപ്പൺ ആക്കി നോക്കുമ്പോഴത്തേക്കോ ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം എഴുതിയതായിട്ട് കാണ്ട് എന്ത് നോക്കൂ ആ ഒരു ബിസ്മിയുടെ പവർ നിങ്ങൾ നോക്കൂ അല്ലെ. മഹാനായിട്ടില്ലേ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിച്ചുകൊണ്ട് കപ്പലുണ്ടാക്കുക ചൊന്നില്ലേ. കപ്പലെല്ലാം റെഡി ആയാലും പിന്നെ അത് മുന്നോട്ട് പോകണ്ടേ, സ്റ്റാർട്ടാക്കണ്ടേ. എങ്ങനെ സ്റ്റാർട്ടാക്കണ്ടേ? ഖുർആൻ ചൊന്നില്ലേ ബിസ്മില്ലാഹി മജ്റേഹാ വ മുർസാഹാ. ബിസ്മി ചൊല്ലുമ്പോഴത്തേക്ക് അത് മൂവ് ആവടും, മുന്നോട്ട് പോകണ്ട് സ്റ്റാർട്ട് ആവടും. ബിസ്മി ചൊല്ലുമ്പോഴത്തേക്കും അത് സ്റ്റോപ്പ് ആവടും. ബിസ്മിയുടെ പവർ ആയിട്ട് ഇങ്ങനെ ബിസ്മിയുടെ പവർ ചൊന്നിട്ട് തീർക്കുക സാധ്യമല്ല. ഞങ്ങൾ ഏതൊരു കാര്യം ബിസ്മി ചൊന്നിട്ട് തുടങ്ങുമ്പോഴത്തേക്കോ അതൊക്കെ വലിയ ഹയറായിട്ട് വലിയ ബറക്കത്തായിട്ട് വലിയ ഫലമായിട്ട് ഇനി ബിസ്മി ഞങ്ങൾ ചൊന്നില്ലാണ്ട് കണ്ടെങ്കിൽ ബറക്കത്തില്ല, ബറക്കത്ത് കൊറടിയായിട്ട്. അപ്പോൾ ബിസ്മി അത് ഞങ്ങൾ എപ്പോഴും മിസ്സാകുക. ഏതൊരു നല്ല കാര്യമാക്കുമ്പോഴത്തേക്കും ബിസ്മി ചൊല്ലണോ, ബിസ്മിക്ക് വലിയ മഹത്വമായിട്ട് ഉള്ളേണ്ട് ഞങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണ എനിക്കത്തെ ഒരു വിഷയമായിട്ട്. അതേപോലെ മുഹറമ്മയുടെ തുടക്കത്തിലെ ഫസ്റ്റ് നാളിൽ ഒരു 113 വട്ട ബിസ്മി വറാൽ എഴുതിരണ്ട് കണ്ടെങ്കിൽ എല്ലാ വിഷയത്തും അയാൾക്ക് അത് കാവലായിട്ട് ഔത്തുൽ വെക്കുമ്പോഴത്തേക്ക് ഔത്തുക്ക് വലിയ കാവലായിട്ട് ഇങ്ങനെ എല്ലാ വിഷയത്തും പഠിച്ചുകൊണ്ട് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സംരക്ഷണ അയാളെ കിട്ടതായിട്ട് ഇനിയിപ്പോൾ ബിസ്മി എഴുതുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കണായ കാര്യം എപ്പായിട്ട് ഈ ഒരു ബിസ്മി എഴുതണായത് അപ്പോൾ മുഹറമ്മയുടെ ആ ഒരു ഫസ്റ്റ് മാതം കാണ്ടില്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചൊന്നെങ്കിൽ അപ്പോൾ ഇണ്ടത്തെ ജാവുകോ ഇൻ്റെ ഇപ്പോൾ ചൊവ്വാസ് കഴിഞ്ഞ 14 ജാവ് ഇനിയിപ്പോൾ മാത കണ്ടെത്തേണ്ട കണ്ടെങ്കിൽ 4 14 3 തോല മഗ്രിബ് തോലായിട്ട് ആ ഒരു ടൈമും ചൊല്ലത്. ഇനിയിപ്പോൾ 14 ജാവുകോ ഒന്നും ആയെങ്കിൽ മുഹറം ഒന്നായിട്ടുണ്ടെങ്കിൽ ആ ബാലാസ് ആ 3 തോല മഗ്രിബ് ബാങ്ക് കൊടുക്കുക. അതിന് മുന്നിലായിട്ട് ഈ ഒരു ബിസ്മി എന്താക്കുക എഴുതണുണ്ടായിരിക്കട്ടെ. അതേപോലെ എഴുതുമ്പോൾ ശ്രദ്ധിക്കണമായിരിക്കത്തെ കാര്യങ്ങൾ. ഒന്നാമത്തെ ഇത് ഉസ്താദ് ചൊന്നതല്ലേ നോക്കി എഴുതി നോക്കുക, എന്തെങ്കിലും ഫല കിട്ടിയിട്ട് അങ്ങനത്തെ നീയത്ത് വേണ്ട, പഠിച്ചുകൊണ്ട് തൃപ്തികനായിട്ട് ഇതിൽ ഫല കിട്ടുകയും ചൊല്ലി എനിക്കത്തെ ആ നല്ല ഈമാനിൽ വിശ്വാസത്തിൽ എഴുതണം. രണ്ടാമത്തത് എഴുതുമ്പത്ത് ഒന്ന് കിബിലത്തുക്ക് മുക്കാക്കിയെങ്കിൽ ഭാര്യയെ നല്ലതായിട്ട്. മൂന്നാമത്തത് നല്ല ശുദ്ധിയോടുകൂടെ ഊതുവെല്ലാം എടുത്തിട്ട് ഇനിയിപ്പോൾ ജനാപത്തായിട്ടുണ്ടെങ്കിൽ ജനാപത്തെല്ലാം ഒന്ന് കുളിച്ചിട്ട് ക്ലിയർ ആയിട്ട് ആ ഒരു എഴുതലായിട്ട് ഹയർ. ഇനിയിപ്പോൾ ചിലപ്പോൾ മെൻസസ് ആയിട്ടുള്ള എനിക്കത്തെ പെണ്ണുങ്ങ അങ്ങനത്താക്കുക ദിക്റും ചൊല്ലി എനിക്കത്തെ നെയ്യത്തിൽ എഴുതിയെങ്കിലായിട്ട്. അതേപോലെ എഴുതുമ്പോഴത്തേക്കോ കാലി പേപ്പറിൽ എഴുതാം, ശുദ്ധി ഉള്ള എനിക്കത്തെ ജാഗിൽ ഗീറ്റ പേപ്പർ വേണ്ട, കാലി ബ്ലാങ്ക് ആയിട്ടുള്ള എനിക്കത്തെ പേപ്പറിൽ എന്താക്കാം ഇങ്ങനെ എഴുതിയോണ്ട് പറയും. അതേപോലെ എഴുതുമ്പോഴത്തേക്ക് ഒറ്റ അക്ഷരമായിട്ട് കൂട്ടിയിട്ട് ജോയിൻ്റ് ആക്കിയിട്ട് എഴുതുന്നതല്ല. ബാ വേറെ ബിസീൻ വേറെ മീൻ പറ ഇൻഷാല്ലാ അത് എഴുതുന്ന രൂപമേ ആയിട്ടിട്ട് നെക്സ്റ്റ് നാ ചൊല്ലത് അതേ രൂപത്തിൽ എന്താക്കുക എഴുതിയ പറ. ഇനിയിപ്പോൾ 2 പേജിൽ ആയത്തിന് അങ്ങനെ ആയെങ്കിലും തൊന്തരയില്ല. അപ്പോൾ ഏതായിട്ടൊരു ബ്ലാങ്ക് ഷീറ്റിൽ നല്ല ശുദ്ധി ഉള്ള എനിക്കത്തെ ജാഗിൽ വെച്ചിട്ട് ഈ ഒരു ബിസ്മി എഴുതുണ്ടായിട്ട് ഇനിയിപ്പോൾ ബിസ്മി എഴുതുനായ റൂപ്പ് എങ്ങനെ നോക്കുക. ഒരു കാലി ബ്ലാങ്ക് ഷീറ്റ് എടുത്തിട്ട് സ്റ്റാർട്ടാക്കാം. ബിസ്മി 10 അക്ഷരമായിട്ട് ബാ സീന് മീം അലിഫ് ലാമ് ഹാ അലിഫ് ലാമ് റാഹ് ഹാ മീം നൂന് അലിഫ് ലാമ് റാഹ് ഹാ യാ മീം. ഇങ്ങനെ 10 അക്ഷരം 1 2 3 4 5 6 7 8 ഒലിയുമ്പോൾ 10 11 12 13 14 15 16 17 18 10 അക്ഷരമായിട്ട് എഴുതുമ്പോഴത്തേക്കോ ഫത്ത്ഹ് കസ്റും ഇടുകില്ല പുല്ലിയും ഇടുകില്ല. ഈ രൂപത്തിലായിട്ട് എഴുതണം. ഇതിനൊക്കെ പേര് നമുക്ക് എഴുതാം. ബാ സീന് മീം അലിഫ് ലാമ് ഹാ അലിഫ് ലാമ് റാഹ് ഹാ മീം നൂന് അലിഫ് ലാമ് റാഹ് ഹാ യാ മീം. ഈ രൂപത്തിലായിട്ട് ഇങ്ങനെ കിലുകീൽ എഴുതിയോണ്ട് പറ. പിന്നെ ഇപ്പർ സൈഡ് ആക്കിയിട്ട് എഴുതാം. അതല്ലെങ്കിൽ ഇപ്പോൾ അപ്പർ സൈഡിലും ഇപ്പർ സൈഡ് അങ്ങനെ എഴുതുന്നേക്കും തൊന്തരയില്ല. ഇനിയിപ്പോൾ 2 ഷീറ്റ് എടുത്തിട്ട് 2 ഷീറ്റിലാക്കിയിട്ട് അങ്ങനെ എഴുതുന്നെങ്കിൽ തൊന്തരയില്ല. മാത്രം എഴുതുമ്പോഴത്തേക്ക് മാത്രം 113 കറക്റ്റായിട്ട് എഴുതണം. അത് യാറാവത്തീറ കൊറടിയുമാവത്തീറ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ട് നല്ലൊരു ശുദ്ധിയുള്ള ജാഗയിൽ ഇങ്ങനെ ഓരോന്നായിട്ട് എന്താക്കുക എഴുതിയോട്ട് പറ. അതേ ചില ആൾമാർ കേൾക്കുന്ന ഒരു വിഷയമായിട്ട് ഈ ബിസ്മി എഴുതുമ്പോഴത്തേക്കോ 113 ഗൊന്താകോ 1 2 3 ഇങ്ങനെ അങ്ങനെ എഴുതാം. അവർ സംഖ്യ എഴുതിയിട്ട് അതിലൊട്ടിಗೆ ബിസ്മി എഴുതാമാണ് കേൾക്കിടങ്ങ ഉള്ളാർ. അങ്ങനെ തൊന്തരയിൽ എഴുതരേക്ക് തൊന്തരയിൽ കാണുന്നത് 113 കൃത്യമാവണം. 112 ആവത്തീറ 114 ആവത്തീറ 113 കൃത്യമായിട്ട് ആ ഒരു കണക്കിൽ എന്താക്കണം ആ ഒരു ബിസ്മി എഴുതണം. അതേപോലെ ചില ആൾമാർ കേൾക്കിടാറ് ഏത് കളർ പെണ്ണിലായിട്ട് എഴുതണ കറുത്ത പെണ്ണിൽ എഴുതാമ നീലി ഷായിൽ എഴുതാമ ഏത് ഷായിലായെങ്കിലും തൊന്തരയില്ല. പെൻസിൽ എഴുതരേക്കും തൊന്തരയില്ല. കൃത്യമായിട്ടൊന്ന് ചന്താക്കിയിട്ട് എന്താക്കിങ്ങത്തെ ശുദ്ധിയുള്ള ഒരു ജാഗിൽ വെച്ചിട്ട് എഴുതിയെങ്കിലായിട്ട്. അതേപോലെ ചില ആൾമാർ ചൊല്ലാറ് കഴിഞ്ഞ വർഷം ഞങ്ങൾ എഴുതിറ അതിപ്പോൾ ഈ വർഷം ഉണ്ട് ഇങ്ങനെ പുതിയതായിട്ടൊന്ന് എഴുതണം പുതിയതായിട്ടൊന്ന് ഞങ്ങൾ എഴുതണം. കാരണം എന്തേ കഴിഞ്ഞ വർഷമായിട്ട് ഈ വർഷത്തെ അപ്പോൾ കഴിഞ്ഞ വർഷം എഴുതിയ പേപ്പർ എന്താക്കണം നിങ്ങൾ ഒന്നിരിക്കലും അത് അവിടെ വെക്കിടേക്ക് തൊന്തരയില്ല. അതല്ലെങ്കിൽ
അതല്ലെങ്കിൽ ഒരു ശുദ്ധിയുള്ള ജാഗിൽ എന്താക്കുക അതൊന്ന് കത്ത് പാടിയിട്ട് അതിലെ വെണ്ണൂറ് ഒലികി പോകണ എനിക്ക് തന്നി അല്ലെങ്കിൽ എന്താക്കുക പൊലക്ക് ഇട്ടെങ്കിലായിട്ട്. അപ്പോൾ ഈ വിഷയമെല്ലാം എന്താക്കുക കൃത്യമായിട്ട് അതേപോലെ കേൾക്കിടാറ്. ഇപ്പോൾ 1-2 മറന്നുപോയിത്തിന് കണ്ടെങ്കിൽ പിറ്റേ നാൾ എൽദമ വേറെ നാൾ നിങ്ങൾക്ക് എൽദമാണ് കേൾക്കിടങ്ങൾ ഏതായിട്ട് ഒരു കാര്യം നിങ്ങൾ നെനപ്പിന് വെക്കണോ. ഏതൊരു വിഷയത്തും അതിൻ്റെതായ ടൈമുണ്ട്. ആ ഒരു ടൈമിൽ നിങ്ങൾ എൽദിയന് കണ്ടെങ്കിലായിട്ട് അതിൽ ആ ഫുള്ളായിട്ടുള്ള ഫലം നിങ്ങൾക്ക് അനുഭവിക്കുക അവിടുത്തെ. ഇനി ഒരാൾ മറന്നുപോയിട്ട് രോഗിയായിട്ട് ഫസ്റ്റ് 2 എൽതുകയില്ല പിന്നെ താൻ എൽതിരയ്ക്ക് തൊന്തരയില്ല. അതേ സമയത്തിൽ ആ ഫസ്റ്റ് 2 എൽതിയെങ്കിലായിട്ട് അതിൽ ഫുള്ളായിട്ടുള്ള എല്ലാ ഫലങ്ങൾ നിങ്ങൾക്ക് കിട്ടുക സാധ്യമല്ല. അപ്പോൾ ഈ വിഷയം എന്താക്കുക നല്ലോണം ശ്രദ്ധിക്കുക. പഠിച്ച റബ്ബ് ഈ ഒരു വർഷത്തെ എല്ലാ ഹൈറും ബറക്കത്തും നിങ്ങൾക്ക് തരട്ടെ. അതേപോലെ നിങ്ങളൊട്ടിക്ക് ചൊല്ലുക ഫസ്റ്റ് 2 നല്ലോണം നല്ല ഇബാദത്തിലായിട്ട് ബാക്കിയെല്ലാം ഹൈറുടെ വിഷയത്തിൽ നല്ലോണം ശ്രദ്ധിക്കുക. കാരണം വർഷത്തെ തുടക്കമായിട്ടിക്കടെ ആ ഒരു തുടക്കം കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കിടാണ്ടെങ്കിൽ വർഷപൂർത്തി വലിയ ഹൈറായിട്ടിക്കടെ. ഇനി കേൾക്കിടാറ് ഔത്തുലുള്ള എനിക്കത്തെ എല്ലാവരും എഴുതണം ഒരാൾ എഴുതിയെങ്കിൽ മയ്യാവൽ എല്ലാവരും എഴുതിയെങ്കിൽ വലിയ ഹൈറായിട്ടിക്കടെ. അല്ലെ കഴിഞ്ഞ വർഷം എത്രയോ ആൾമാർ ഔത്തുലുള്ള മക്കങ്ങ എഴുതിയതല്ലതൊക്കെ കടത്തിയിട്ടിരുന്നാർ. കാരണം അതൊരു ಖುಷಿಯಾയിട്ടിക്കടെ. കാരണം ഇങ്ങനെ വിസ്മി എഴുതുന്നു ആ വിസ്മിലുള്ള എനിക്ക് ആ ഒരു പിർസത്തിലായിട്ടിക്കടെ എഴുതരുത്. അതേപോലെ ഇനി പൗത്തിൽ എല്ലാവരും എഴുതുക ഇല്ലാണ്ടെങ്കിൽ ഒരാൾ എഴുതിയെങ്കിലും തൊന്തരയില്ല. വാടായിട്ടിക്കടെ വെക്കണായ ഒന്നിരിക്കലോ അവൻ്റെ പേഴ്സിൽ വെക്കാം. അതല്ലെങ്കിൽ പാട്ടിൽ അല്ലെങ്കിൽ സെൽഫ് വാർഡ് ഔത്തുളുക അവിടെ എന്താക്കും ഒന്ന് ജാഗ്രത ആക്കിയിട്ട് ഇത് വെച്ചുള്ള നൈസുള്ള ജാഗയിൽ അല്ലെങ്കിൽ മക്കളെ കൈക്കിട്ട് ഇങ്ങനത്തെ ജാഗയെല്ലാം വെക്കാണ്ട് നല്ലൊരു ജാഗയിൽ അതെന്താക്കുക സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വർഷപൂർത്തി വലിയ ഹൈറും വലിയ ബറക്കത്തും വലിയ സന്തോഷമായിട്ടിക്കടെ ഉണ്ടാവിടത്. പഠിച്ചോണോ ഈ വർഷത്തിൽ അള്ളാഹു പുതിയൊരു വർഷത്തിൽ നിങ്ങൾ എല്ലാവിധ ഹൈറും ബറക്കത്തും ആഫിയത്തും ആരോഗ്യവും ദീർഘായുസും സിഹത്തും പഠിച്ചോ നിങ്ങൾക്ക് തന്നനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ എല്ലാ ബേജാറും പഠിച്ചോ തീർത്ത് തരട്ടെ. എല്ലാ രോഗങ്ങളും അള്ളാഹു ഷിഫിയാക്കി തരുമാറാകട്ടെ. എല്ലാ ടെൻഷനും തീർത്തിട്ട് മനസ്സുക വലിയ നെമ്മതി അള്ളാഹു തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു തആല ഈ ഒരു വർഷത്തിൽ എല്ലാ മുസീബത്തിൽ നിന്ന് വിപത്തിൽ നിന്ന് രോഗത്തിൽ നിന്ന് ആഫത്തിൽ നിന്ന് പഠിച്ചോ നിങ്ങൾ എല്ലാവരെയും സലാമത്തിലാക്കി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാ പട്ട ചൊല്ല പോലും ഇൻഷാ അല്ലാ എല്ലാ തിങ്കളും നിങ്ങൾ ഉംറ പാക്കേജ് ഉള്ള വിഷയം നിങ്ങൾക്ക് ഒന്നുണ്ടോ. ഈ തിങ്കൾ ജൂൺ 28 ജൂലൈയിലുമുണ്ട് ആഗസ്റ്റിലുണ്ട് എല്ലാ തിങ്കളും ഉണ്ട്. നിങ്ങളെ ഉംറ യാത്ര മക്കത്തും മദീനത്തിലും എല്ലാ ജാഗ പോയിട്ട് മദീനത്തിൽ എക്സ്ട്രാ ഒരു 25-30 ജാഗ പോയിട്ട് അവിടുത്തെ എല്ലാം സിയാറത്താക്കിയിട്ട് ചരിത്ര ചൊന്നിട്ടുള്ള യാത്രയായിട്ട് പോയപ്പോൾ ഒരു എക്സ്ട്രാ പൈസ എടുക്കട്ടെ. ഇങ്ങനത്തെ ഏതൊരു വിഷയം നിങ്ങളെ ഉംറ പാക്കേജ് ഇല്ല നിങ്ങൾക്ക് പരിപൂർണമായ റാഹത്താവണം. എല്ലാ ജാഗ്യം നോക്കണം എല്ലാ ചരിത്രം കൊത്താവണം ചൊല്ല എനിക്കത്തെ ഒരേ നെയ്യത്തായിട്ട് ഇഷാദ നിങ്ങൾ ആരെങ്കിലും പണ്ടാണ്ട് കണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു നമ്പർക്ക് നിങ്ങൾ കോൺടാക്റ്റ് ആവും. പഠിച്ചോണം നിങ്ങൾക്ക് ഹജ്ജും ഉംറയും മദീന സിയാറത്താക്ക് അല്ലാഹു തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.